everyone, मैं हूँ श्वेता. My name is Inder and welcome to our channel. It's time for Bharatanatyam. Let's watch it. Let's watch it. अच्छा ഇതെന്ത് ഗുളിക? അച്ഛൻ്റെ കൊടുക്കുക. It's getting doubt. അച്ഛാ ദൈവം അച്ഛൻ റഫറി കളിക്കാൻ നിൽക്കരുത്. ഞാൻ പറയാൻ പോകുന്ന കാര്യം ഇവിടെയുള്ളവരുടെ ഭാഗത്ത് നിന്ന് മാത്രം ചിന്തിക്കണം. എടാ, എന്ത് കാര്യമാണെങ്കിലും എനിക്ക് രണ്ടു കൂട്ടരുടെയും ഭാഗത്തുനിന്ന് ചിന്തിക്കാനേ നിവൃത്തിയുള്ളൂ. അച്ഛൻ ചെയ്തു വെച്ച കാര്യങ്ങൾക്ക് ഇവിടെയുള്ളവരും കൂടെ അനുഭവിക്കണമെന്ന് പറഞ്ഞാൽ എങ്ങനെയാ? എടാ, അവർക്ക് നമ്മളല്ലാതെ വേറെ ആരും ഇല്ലടാ. നമ്മളും ഇല്ല. അത് പറയാൻ ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത്. പാർട്ടീഷൻ നടക്കുന്ന സമയത്ത് നടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കാത്തിരുന്നാല് ചിലപ്പോൾ മണ്ടത്തരാകും. അതുകൊണ്ട് അവരവിടെ ഒരു വാടക വീട്ടിലാണ് താമസിക്കുന്നത്. അവർക്ക് വേറെ ഒന്നും എനിക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അച്ഛന് തോന്നുന്ന പോലെ ഒരു സഹതാപോ ഇന്നലെ കണ്ടവരോട് ഇവിടെയുള്ളവർക്ക് തോന്നുന്നില്ല. അച്ഛൻ അതൊന്നും മനസ്സിലാക്കുക. ആർഭാടത്തിന് വേണ്ടിയല്ലല്ലോ ഇരിക്കുന്നത്. ഓരോരുത്തർക്ക് അവരവരുടേതായ ആവശ്യങ്ങളുണ്ട്. ഇപ്പൊ വഴിമുട്ടിരിക്കുന്നത് ഗോപനാണ്. ശാന്തിക്കുള്ളതും കൊടുക്കണ്ടേ? പിന്നെ ഇപ്പൊ ഒന്നും അറിയുന്നില്ലെങ്കിലും അരുണവന്റെ ജീവിതം ജീവിച്ചു തുടങ്ങുമ്പോ ചോദ്യമായിട്ട് വന്നാൽ ഞാനെന്ത് പറയും? നേർവഴിക്കുള്ള പോലെ കാര്യമായിരുന്നെങ്കിൽ ആരും ഒന്നും പറയില്ലായിരുന്നു. ഈ കേസ് അങ്ങനെയൊന്നും അല്ലല്ലോ. എടാ, നേർവഴിക്കല്ലാത്ത കാര്യം ചെയ്തത് ഞാൻ മാത്രമാണ്, അവരല്ല. അവർക്കായിട്ട് ഒന്നുമില്ലടാ. പാവം പിടിച്ചതാ ആ രണ്ടും. മാസാമാസം ഞാൻ അയച്ചു കൊടുക്കുന്നൊരു തുക കൊണ്ടാ അവിടുത്തെ കാര്യങ്ങൾ നടന്നു പോകുന്നത്. അജയന് നല്ലൊരു ജോലി ഉണ്ടായിരുന്നെങ്കിലും കുഴപ്പമില്ല. ഇതിപ്പോ അതല്ലല്ലോ അവിടുത്തെ അവസ്ഥ. ആ ജോലിയാകുന്നവരെയും ഒരു മുടക്കം കൂടാതെ ആ തുക ഞാൻ അയച്ചു കൊടുക്കാം. 6 റുപ്യ ഞാൻ തരാം. എടാ, അത് പക്ഷെ ഒരു പരിഹാരം ആവുന്നില്ലല്ലോ. എന്താ ഇനി നല്ലൊരു ജോലി തരപ്പെടുത്തി കൊടുക്കാൻ പറ്റുവാണെങ്കിൽ അത് നോക്കാം. അപ്പൊ അവർക്ക് അവിടെ കാര്യങ്ങൾ ഭംഗിയായിട്ട് നടക്കുകയും ചെയ്യും. ഇവിടെയുള്ളവർക്ക് മുഷിപ്പ് തോന്നുകയില്ല. എടാ, പക്ഷേ അത് മതി മതി അത് മതി അത് മതി. अरे ആ മോനെ നല്ലപോലെ പഠിക്കണം കേട്ടോ. ബുക്ക് എന്തെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ മതി. ഇതൊരു ഓഫ് ആക്കിയത് അത് നീ ഓൺ ചെയ്യാൻ മറന്നായിരിക്കും. കാശ് കൂടെ വെച്ചോ. ഇതേതാ കാശ്? ഇതാ രുക്മിണിയമ്മ തന്നാ, നിന്നെ ഏൽപ്പിക്കാൻ പറഞ്ഞു. എന്തൊരു അവരോട് നിക്കണതല്ലേ, നമുക്ക് എന്റെ ചെലവുണ്ടാവുമല്ലോ. നാണമില്ല നിനക്ക് കാശ് മേടിക്കാനായിട്ട്? ഇവിടെ രണ്ടുപേർ കൂടുതൽ നിന്ന് വെച്ചാൽ കാര്യമായിട്ട് കൂടാൻ പോകുന്നു. അവരോട് ഗസ്റ്റ് ആയിട്ട് കിട്ടണത് വാങ്ങിച്ചു വെക്കാൻ നോക്കണേക്കാം. अभी ये उसको दे देगा क्या? കളെ പോയിട്ട് വരാം. ഏട്ടാ, അമ്മേനോട് പറഞ്ഞിട്ട് വരാം. വേണ്ട, നീ മറ്റേ വിളിച്ചാൽ മതി. ചേട്ടാ, ഒരു 7 പിടിച്ചോ. ചെറുതുള്ളൂ കേട്ടോ. അത് സാറല്ല, 3 പിടിച്ചു. എടാ അവർക്ക് എടാ രുക്മിണിയമ്മ മോനും അവര് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ ഡിസ്റ്റൻസിന്റെ ആവശ്യമൊന്നുമില്ല. ശരി, സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കാൻ പറ്റുമായിരിക്കും. ഇതിനാൽ കൂടി നീയും അനുഭവിക്കേണ്ടി വരും കുറച്ച് കഴിഞ്ഞിട്ട്. കളിക്കാൻ മതി. പിന്നെ വേറൊരു കാര്യം, നീ ആ ചെക്കൻ്റെ അടുത്ത് കുറച്ച് തഞ്ചത്തിലൊക്കെ നിന്നാ മതി. അവനൊന്നും മനസ്സ് വെച്ചാ നമ്മുടെയൊക്കെ ഡപ്പി തെറിക്കാവുന്നേ ഉള്ളൂ. പക്ഷെ അവരൊക്കെ പാവങ്ങളാണ് ഏട്ടാ, എനിക്കങ്ങനെ ഉണ്ടോ എന്ന് വെച്ച് നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ അവിടെ കൊണ്ടുപോയി കൊട്ടണ്ട. വാങ്ങ തൊലി മറ്റുള്ളവർക്ക് വഴിയുണ്ടാക്കി ഉണ്ടാക്കി ഇപ്പൊ നമ്മള് പരിപാടിയിലായിരിക്കും. ശശി ഏട്ടാ, നമ്മളാ പേരെന്താ വിളിക്കണ്ടേ? ആ സ്ത്രീ കൊണ്ട് ഒരു തമ്മേ. സ്ത്രീ കൊണ്ടോ? നീ ഇങ്ങനെ ഓരോന്നും വിളിച്ച് പ്രതിഷ്ഠിക്കാൻ നിൽക്കല്ലേ. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നേർക്ക് നേരെ കാണുമ്പോ പറഞ്ഞാൽ മതി. നമ്മുടെ അമ്മ ഒന്ന് സൈലന്റ് ആയതേ ഉള്ളൂ. ടെമ്പററി ഇരിക്കുക വല്ല അമ്മ കൊണ്ടെടുത്ത് തലയിലിടും. ശശിയേട്ടാ, അല്ല അച്ഛനിപ്പോ എങ്ങനെയുണ്ട്? അച്ഛന് ഭേദം. ഞാൻ ദിവസം അങ്ങോട്ട് ഇറങ്ങണം വെച്ചിരിക്കായിരുന്നു. ഇറങ്ങണം, ഇറങ്ങാറുമ്പോ അറിയിക്കാം. ഓടിച്ചാടി നടന്ന മനുഷ്യനല്ലേ ആള്. സൈഡ് ആയതുകൊണ്ട് ആൾക്കാരെ ഫേസ് ചെയ്യാനൊരു ബുദ്ധിമുട്ടുണ്ട്. നിങ്ങൾ ആ ഡോക്ടറെ ഒന്ന് മാറ്റി പിടിക്കുന്നത്. എടാ, ഞാനൊന്ന് പറഞ്ഞില്ലടാ, ആ ആശുപത്രിയുടെ പേരെന്തായിരുന്നു? ആ പ്രാർത്ഥന മെഡിസിറ്റി ഓർമ്മയുണ്ടല്ലേ? അത് നോക്ക് നിങ്ങള്. അതല്ലേ നല്ലത്. അപ്പൊ എന്തെങ്കിലും ആവശ്യം വിളിക്കാം. വിളിക്കണേ. ശരി. तो कुछ तो फिगर आउट करने में ट्राई कर रहा है.
ഇപ്പൊ വിളിച്ച് അയാളുടെ ചിക്കൻ ഒക്കെ മേടിച്ച് വീട്ടിൽ പോയിട്ടുണ്ട്. ചിക്കൻ മേടിച്ചിന് എന്താണ്? എന്താന്ന്? हाँ അയാൾ പറഞ്ഞ അയാളുടെ വീട്ടിലത്തെ അവസ്ഥയാണ് പ്രശ്നമാണെന്നൊക്കെ എനിക്ക് ഉറപ്പാണ്. ബുദ്ധിമുട്ടാ അയാളുടെ കുടുംബം ചേർന്ന് എന്തോ അങ്ങനെയല്ല, പിന്നെ ഇതിലെന്തോ പന്തിയാണ് എനിക്ക് തോന്നുന്നുണ്ട്. Okay. പൂജകന്നല്ല ഒരു തരത്തിൽ ആൾ കിട്ടാനില്ല, എല്ലാത്തിനും മുങ്ങിയിട്ടുണ്ട്. ഇവൻ പറഞ്ഞ പോലെ വീട്ടിലെന്തെങ്കിലും നടത്തുന്നോ എനിക്ക് അറിയില്ല. നടത്തുന്നുണ്ട്, അത് കൈയോടെ പൊക്കിയിട്ട് നിങ്ങളത് പറയാന്ന് വെച്ചിരിക്കുന്നു. അല്ലെങ്കിൽ പറഞ്ഞ പോലെ എന്നെ തൊഴുത്തി കുത്തിയാക്കുമല്ലോ. ചിലപ്പോ ആക്കും. Okay. ഇല്ല എനിക്ക് പ്രശ്നമില്ല, നിങ്ങൾ എന്റെ ഒപ്പം നിൽക്കാമെങ്കിൽ നമ്മൾ ഇപ്പൊ പൊളിച്ചു. നിങ്ങൾ വിളിക്കുക ചേട്ടനെ അല്ലെങ്കിൽ വേണ്ട പ്രസാദേ, നീ വിളിക്കും. നീ വിളിച്ചിട്ട് പറ ആ പൂജയുടെ ഡേറ്റും ടൈമും കറക്റ്റ് കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് പറയാൻ പറ. ഒന്ന് വിളിച്ചാ മോയ് ഹലോ. ആ ശശേട്ടാ, ഒന്നുമില്ല. എന്ന് എത്ര മണിക്കാണ് അവിടെ വന്ന് പൂജ നടത്തേണ്ടതെന്ന് ചോദിക്കാൻ വെച്ചതാ. ഇനി അവിടെ നടത്താൻ ബാക്കിയുള്ളത് ഞാൻ ലിസ്റ്റ് കയറ്റാം. പ്രസാദ്, ഞാൻ മധുവായിട്ടോട് പറഞ്ഞിരുന്നു തൽക്കാലം നിങ്ങളായിട്ട് തുടങ്ങി വെച്ചതാ, അതുകൊണ്ട് ഞങ്ങൾക്ക് അറിയണം. ഞാൻ അങ്ങോട്ട് വരാം, അവിടെ വന്ന് സംസാരിക്കാം. ആ വാ പെട്ടെന്ന് വാ. Okay. but they are stuck actually. മധുവായിട്ട് ഞാൻ നിങ്ങളോട് പലവട്ടം പറഞ്ഞു എന്റെ വീട്ടിലെ സാഹചര്യം നല്ലതല്ല, അവിടെ ഇപ്പൊ പൂജ നടത്താൻ പറ്റില്ല. സാഹചര്യം കുഴപ്പമുള്ള വീട്ടിലല്ലേ പൂജ നടത്തേണ്ടത്. ഇവനോരൊന്നും പറയുന്നതായിട്ടാണ് നിങ്ങൾ എന്റെ നേരെ കുതിര കയറുന്നത് എനിക്കറിയാം. എങ്ങനെയൊന്നും പറഞ്ഞു ഞങ്ങൾക്ക് ഇതൊക്കെ തന്നെ തോന്നുമായിരുന്നു. Okay. നിങ്ങൾ കാണുമ്പോൾ ഒരു കാര്യം ചെയ്ത് വെച്ചിട്ട് അവസാനം നിങ്ങൾ കൂട്ടാതെ അത് പറയാനേ തോന്നുന്നു. എടാ നിന്നോട് ഇയാളുടെ അച്ഛൻ ഡിസ്ചാർജ് ആയി വീട്ടിലെത്തിയതിനു ശേഷം ഒരു മനുഷ്യനെ വീട്ടിലോട് അടുപ്പിച്ചിട്ടില്ല. അത് നോക്കി എന്റെ വീട്ടിൽ എന്നെ പലതും നടക്കുന്നുണ്ടായിരിക്കും. അത് നിന്നോട് ഇവിടെയുള്ള ആൾക്കാരോട് പറയേണ്ട കാര്യം എനിക്കില്ല, മനസ്സിലായി? എടാ നീ വെറുതെ അവന്റെ പറ്റിയാണ് ഞങ്ങൾ പറഞ്ഞ കാര്യം കാശുണ്ടാക്കാനാണ് തുടങ്ങി വെച്ചത്. പൈസ മാത്രമല്ല ഈ പൂജ നിങ്ങളുടെ ഐഡിയാണ്. പിന്നെ നീ മാത്രം നിങ്ങൾ ആയിരിക്കണത്. ആ അങ്ങനെ സെക്രട്ടറിക്ക് അടുപ്പിലാവുന്ന ഏർപ്പാട് ഇവിടെ നടക്കില്ല. Okay. എന്തായിരിക്കും കാണിക്കണത്? നാശം പിടിക്കാനായിട്ട് ഞാൻ എന്റെ സാധനം പിടിച്ചേക്കാം. എന്നെ വഴിക്ക് വിട്ടേ. കണ്ട അപ്പോഴോ വീട്ടിലോട്ട് കയറത്തില്ല. നീ എന്റെ തേങ്ങയുടെ അവിടെ പുഴുങ്ങി വെച്ചേക്കാൻ. അതോട്ടാ ഇനി ഞാൻ ഉള്ളത് ശരിയാവില്ല. ഈ കമ്മിറ്റി ആയിട്ടുള്ള ഒരിടപാടും ഇനി എനിക്കില്ല. ഇനി ഈ കാര്യം പറഞ്ഞ് എന്റെ പടി ആരെങ്കിലും ചവിട്ടി ആ ചവിട്ടി അവന്റെ മുട്ടാതെ തന്നെ കൊടുക്കും. ഓ കാണാം. എന്താണ് but ये जबरदस्ती कर रहा है. नहीं लेकिन बराबर है ना, कुछ तो गड़बड़ है. आइडिया तो उसी का था ना. It was his ठीक है. idea. And he's denying. He's not letting anyone come inside house. So എടാ എന്നെ ഒന്ന് പുറത്തോട്ട് ഇറക്കും. ഇനിയുള്ള കാലം നിങ്ങൾക്കൊന്നും അറിയണ്ട. ഇതിന്റെ അത് ചില്ലായിട്ട് ഇരുന്നാൽ മതിയല്ലോ. ഭാരം മുഴുവൻ ഞങ്ങൾ തലയിലും. ആൾക്കാർക്ക് ഞങ്ങൾ നോക്കി ചിരിക്കുമ്പോൾ പേടിയാവോ? വെറുതെ ഇരിക്കുന്നതാണോ അതുപോലെ അറിഞ്ഞിട്ട് ഇരിക്കണോ നോക്കും. പിന്നെ ഓരോരുത്തർമാരുടെ ചോദ്യങ്ങളും സംശയങ്ങളും ഇതേ കൂടെ വൈകാതെ പൊട്ടിത്തെറിക്കുന്നത് ഉറപ്പാണ്. അധികം താങ്ങാനുള്ള ത്രാണിയില്ലാത്തതുകൊണ്ട് ചോദിക്കുക. ഇനി നിങ്ങളുടെ കയ്യിൽ പൊട്ടിക്കാൻ ബോംബ് ബാക്കിയുണ്ടോ? अरे और कुछ तो नहीं है ना. नहीं कुछ तो रहेगा इस तरह देखा है. ഇത് അടുത്ത സ്റ്റൈലാണോ? അല്ലല്ല, എന്റെ അച്ഛന് കോൺട്രാക്ട് പണിയായിരുന്നല്ലോ. അപ്പൊ അങ്ങനെ കുറെ സ്ഥലത്ത് നിന്നിട്ടുണ്ട്. ആ വട്ടത്തിൽ ഞാൻ പഠിച്ചെടുത്ത. പിന്നെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഇതൊക്കെ ഒന്ന് പൊടിയെട്ടിയെടുത്ത് പിന്നെ സ്ഥിരമാക്കി. മൂപ്പരേന്റെ ആളാ. Uh-oh. ഏതിന്റെ ആള് പറയണേ? ഭരത മൂപ്പര് എന്റെ അച്ഛൻ. ഭരതമൂപ്പർക്ക് ചിക്കക്കറി വലിയ ഇഷ്ടല്ലേ? പിന്നെ കഴിഞ്ഞ 19 വർഷമായിട്ട് കഴിക്കുന്ന കാര്യത്തിൽ വരെ കള്ളത്തരം പറഞ്ഞോണ്ടിരുന്നു ഇല്ലേ? Oh, तेरी. അത് പിന്നെ സരസ്വതി ഞാൻ പണ്ട് ഇവിടെ എങ്ങനെയായിരുന്നു അതേപോലെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്തേ ഉള്ളൂ. അയ്യോടാ अय्योड़ा സംസാരിക്കുന്നേ. അന്വേഷിച്ചു പോയ ഇനി എന്തൊക്കെ കിട്ടും? അത് ഇന്നാ കഴിക്കോ? कुछ और भी है मुझे ऐसा लग रहा है. എല്ലാരും ഒന്ന് കലർത്തിയിട്ടില്ല. എല്ലാരെയും പറ്റിച്ചു കൊടുത്ത നിങ്ങളും എന്നിട്ട് നിങ്ങൾക്ക് സംശയം ഞങ്ങളെ ആർക്കും ഇല്ലടാ. अरे यार. Oh shit. നിങ്ങളോട് ഞാൻ പറഞ്ഞാലേ ഇവരെ കൂടി ഇങ്ങോട്ട് വരരുത്. നീ മാത്രം പറഞ്ഞാൽ ശരിയാവും. ഇവിടെ പൂജ നടത്തി ഈ വീട്ടിൽ നല്ല നടത്തിയിട്ട് ഞങ്ങൾക്ക് അത് വേണ്ട. അയ്യേ നല്ലത് വേണ്ടത്. അതെ നിങ്ങൾ കമ്മിറ്റിയിൽ തൊട്ടത് വേണ്ട.
പക്ഷെ നിങ്ങളാണ് തുടങ്ങി വെച്ചത്, നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ അവസാനിക്കണം. അല്ലെ ഞങ്ങൾ സമ്മതിക്കില്ല. Okay. എന്തായാലും ഇവിടെ ഒന്നും ഇറങ്ങാൻ പറ്റില്ല. ആ എന്താണെന്ന് വെച്ചേ ഇന്നിവിടെ ചിക്കൻ കറിയാണ്. വിഷയമില്ല മക്കളെ. Okay. കുഴപ്പമില്ലാന്ന്. നീ പോടാ അവിടുന്ന്. അവൻ നടത്തിയിട്ട് പോട്ടെ. അമ്മ പോയി. ആൾക്കാർ പുറത്തുനിന്ന് ശ്രദ്ധിക്കുന്നു. നമ്മളിത് നടത്തിയിട്ട് പോകും. മാറിക്കൊടുക്ക്. തലവേദന അങ്ങനെയെങ്കിലും വെളിച്ചപ്പാട് മാത്രം മതി, വേറെ ആരും കയറണ്ട. പോരെ. Okay. क्या दिखेगा लास्ट में छुपाइए क्या? Okay. हाँ. അമ്മയ്ക്ക് കൺഫ്യൂഷൻ ആയിട്ട് അമ്മേ അമ്മയ്ക്ക് എന്തെങ്കിലും പറയാനും വേണ്ടി വെച്ചിട്ട് പോയി. ഇനി പോയിക്കൂടെ? ഇതിനാണ് നിങ്ങളെ കുറിച്ച് ഇപ്പൊ കഴിഞ്ഞില്ലേ? ആ, എന്നാ ചെലവ്. ആ വരാം. നീ തലമാരത്തി തുറന്നു ഭീഷണിപ്പെടുത്തി എന്ന് പറഞ്ഞാൽ ഓക്കെ, സമാധാനം കിട്ടാൻ പൂജ നടത്തി എന്ന് പറഞ്ഞാൽ എങ്ങനെ കേസ് കൊടുക്കും? നീ കമ്മിറ്റിക്കാരോടുള്ള പ്രശ്നം എന്റെ വഴിക്ക് തീർത്തോ? ഇവിടുത്തെ കാര്യം പുറത്തറിയോ നോർത്ത് നീ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. എടാ അവരെ കണ്ടുപോയത് വെളിച്ചപ്പാടല്ലേ, അതായത് ഇവിടുത്തെ ഭഗവതിക്കാണ് അവിടുത്തെ കാര്യം അറിയാത്തത്. അതല്ല പിന്നെ ഞാനൊരു സംശയം ചോദിച്ചോട്ടെ, ഈ സുധീർ ശരിക്കും ഭഗവതി മേത്ത് കയറിയിട്ട് തന്നെയാണോ തുടങ്ങാൻ? അങ്ങനെയൊക്കെ ചോദിച്ചാൽ ഇദ്ദേഹത്തെ കേൾക്കണം. ഞാനും നിങ്ങളെ പോലെ തുറന്നുകളയാണെന്നുള്ളൂ. കുഴപ്പാവോ ചോദിച്ചാ അറിയാതെ നമ്മളിപ്പോ എന്താ പറയാ? തുള്ളിയത് ഞാൻ തന്നെയാ. അപ്പൊ തന്റെ നേരത്ത് ഭഗവതി കയറാറില്ലേ? കേറാറൊക്കെ ഉണ്ടെന്ന് എപ്പോഴെങ്കിലും കയറുക ചെയ്യും. സമയമൊക്കെ ഇല്ലേ? പിന്നെ എന്തെങ്കിലും ചില്ലറ കിട്ടുമോ എന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങളുടെ താളത്തിന് ഈ തുള്ളാ നിൽക്കുന്നത്. താനവിടെ പ്രത്യേകിച്ച് വല്ലതും കണ്ടോ? കണ്ടു. എന്ത് കണ്ടു? ഒരേപോലത്തെ രണ്ട് പേര്, ഒന്ന് മോളത്തും ഒന്ന് താഴ്മുറ്റത്തും. അതുകൊണ്ടാ ഇപ്പൊ എങ്ങനെ ഞാൻ പറഞ്ഞത്? ഞാൻ പറഞ്ഞില്ലേ ഭരതൻ നായർക്ക് ജാസനതി ഉണ്ട്. അതെ, സത്യം പറഞ്ഞ ഒരേപോലത്തെ രണ്ടുപേരവിടെ കണ്ടപ്പോൾ ഞാൻ ഒന്നും പോയി. പിന്നെ നമ്മുടെ ഈ ഉടായ്പ എങ്ങാനും ഭഗവതി മനസ്സിലാക്കിയിട്ട് ഒരു ട്വിസ്റ്റ് ഇട്ട് പിന്നെ എങ്ങനെയൊക്കെ അവിടെ കഴിച്ചോട്ടിന്ന് പോകും.
അത് സാരമില്ല. താവാ. ഞാനോ? അല്ല എല്ലാരും വാ. നമുക്ക് ഇപ്പൊ തന്നെ പോയി അവനെ കൈയോടെ നോക്കാം. അല്ല സുഭാഷ, ഞാൻ ഈ വേഷം കെട്ടോണ്ട് ഒരു കുടുംബം കേൾക്കാൻ വരാന്ന് അമ്മ അറിഞ്ഞ. എന്റെ അമ്മയുടെ ഒരു വിഷയമുണ്ട്. വന്നേ. This is gonna be trouble now. He was trying hard. मेरे को लगा अभी और उसका डैड और कुछ बोलेगा. उसने लगा if there is anything else let me know right now. Let me know. The way he was watching, I'm But like, I thought is there something more? Is there something more? But no. अभी ये कैसा होगा? Yes. Because अभी वो Will they be able to get out of this? उनको पता भी चल गया ना Now कि they're coming home, na? Check. Let's see after this. It's climax. Let's see how's it gonna end. okay guys, so meanwhile take care. Bye bye.